എന്നിട്ട് ഇനി നമ്മൾ ആദ്യത്തെ ആ ഒരു ഭാഗം നോക്കാം. ആ ശ്ലോകത്തിലെ അശോച്യാനന്യ ചോജസ്തം പ്രജ്ഞാവാദം ച ഭാഷസേ. അർജുന, അശോച്യാൻ, ശോചിക്കേണ്ടതില്ലാത്തവരെ കുറിച്ച്, ദുഃഖിക്കേണ്ടവരില്ലാത്തവരെ കുറിച്ച്. ആരെക്കുറിച്ചാണോ ദുഃഖിക്കേണ്ടതില്ലാത്തത്, ഇവിടെ ഒന്നിനെക്കുറിച്ചും ദുഃഖിക്കേണ്ട. കാരണം ഒന്നിനും ഡിസ്ട്രക്ഷൻ ഇല്ല, ആർക്കും ഡിസ്ട്രക്ഷൻ ഇല്ല. ശരീരം മാത്രമാണ് പ്രകൃതിയിലേക്ക് തിരിച്ചു പോകുന്നത്. നമ്മൾ ശരീരമല്ല, നമുക്ക് ശരീരമായിട്ട് ബന്ധമില്ലല്ലോ. നമുക്ക് ബന്ധമുള്ളത് പ്രാണനുമായി. നമ്മളെന്ന് പറഞ്ഞാൽ മനസ്സ്, ബോധമനസ്സ്. ആ ബോധമനസ്സിന് ബന്ധമുള്ളത് പ്രാണനുമായിട്ടാണ്. പ്രാണനാണ് ശരീരത്തോട് നമ്മൾ ചേർക്കുന്നത്. നമുക്ക് ഡയറക്റ്റായിട്ട് ശരീരമായിട്ട് യാതൊരു ബന്ധമില്ല. കാരണം പ്രാണൻ ചലിക്കുന്ന നെർവസ് സിസ്റ്റം കേടുവരുത്തിയാൽ പിന്നെ ഈ ശരീരം വെറും ജഡമാണ്, നമുക്ക് ഒരു ഉപയോഗമില്ല. കാല് മുറിച്ച് കളഞ്ഞവർക്കൊരു, നമ്മൾ കൃത്രിമമായ കാല് വെക്കുമ്പോൾ ആ കാലുമായിട്ട് അവർക്ക് എന്ത് ബന്ധമുണ്ട്? അതെപ്പോൾ വേണമെങ്കിൽ ഊരിയിടാം, അവർക്കൊരു ബന്ധവുമില്ല. എന്നതുപോലെ ഈ ശരീരവുമായി നമ്മളെ കണക്ട് ചെയ്യുന്ന പ്രാണനാണ്, അല്ലാതെ ശരീരവുമായിട്ട് നമുക്ക് ഡയറക്റ്റ് ബന്ധമില്ല. അപ്പം അതുകൊണ്ട് അശോച്യൻ, ദുഃഖിക്കേണ്ടതില്ലാത്തവരെ കുറിച്ച് ദുഃഖിക്കുന്നവൻ, അവൻ പ്രജ്ഞാവാദാംശ, എന്നിട്ട് പണ്ഡിതനെ പോലെ നീ സംസാരിക്കുന്നു. പ്രജ്ഞാവാദാംശ ഭാഷത്തെ, പ്രജ്ഞയുള്ളവനെ പോലെ നീ സംസാരിക്കുന്നു. അതായത് ഒരു ഭാഗത്ത് അർജുനൻ, കൃഷ്ണൻ കളിയാക്കി എന്താന്ന് വെച്ചാൽ, ഈ മഹാന്മാരെ കുറിച്ചൊക്കെ അർജുനൻ ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു. കുലധർമ്മ സനാതനാണ്, വലിയ ധർമ്മബോധമൊക്കെ പറഞ്ഞു. അങ്ങനെ ധർമ്മബോധം പറഞ്ഞ അർജുനന് ധർമ്മത്തിന്റെ ABCD അറിയില്ല എന്നുള്ള കാര്യം അർജുനൻ തന്നെ തെളിയിച്ചു. കാരണം ധർമ്മം അറിയുന്നവൻ ഒരിക്കലും ദുഃഖിക്കില്ല. ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മളെ നിലനിർത്തുന്നത് ബോധമനസ്സാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ദുഃഖിക്കേണ്ടതില്ല. പക്ഷേ അർജുനൻ ഒരു വശത്ത് ധർമ്മത്തെക്കുറിച്ച് പറയുന്നു, മറുവശത്ത് അർജുനന് തെറ്റിദ്ധാരണ വന്നു. ഈ അർജുനന്റെ തലത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കൊക്കെ ഉള്ളൊരു തെറ്റിദ്ധാരണയാണ്. അതായത് ഒരു വശത്ത് നമ്മൾ പറയുന്നു ഞാൻ ധീരവീര പരാക്രമം, വേറെ വശത്ത് നമ്മൾ വെറും ഒരു എലിയെപ്പോലെ അത്ര ഭീരുവാണ്. പറയുന്നതും തമ്മിലൊരു യോജിപ്പില്ല. ഞാൻ ധീരനാണെന്ന് പറയുന്ന ഒരു വശത്ത്, വേറെ വശത്ത് കരയുന്നു. ഇതുപോലെ അർജുനൻ ധർമ്മത്തെക്കുറിച്ച് പറയുന്നു. ധർമ്മം മനസ്സിലാക്കിയവർ കരയാൻ പാടില്ല, കാരണം ധർമ്മം മനസ്സിലാക്കിയവർ പണ്ഡിതന്മാരാണ്. പണ്ഡിതന്മാർ കരയില്ലേ, പക്ഷെ അർജുനൻ കരയുന്നു, തളരുന്നു. അർജുന, നീ പണ്ഡിതനല്ല, നീ ധർമ്മം മനസ്സിലാക്കിയിട്ടില്ല. നീ മനസ്സിലാക്കിയിരിക്കുന്നത് വെറും പൊട്ടത്തരങ്ങളാണ്. അത് ഇന്നത്തെ കാലത്ത് കുറെ മതങ്ങൾ ഉണ്ടാക്കുന്ന പൊട്ടത്തരം പോലെ. സോൾ വിട്ടുപോകുന്നു, സോൾ സ്വർഗത്തിൽ പോകുന്നു എന്നൊക്കെ പറയണല്ലോ. എല്ലാം ശുദ്ധ വിഡ്ഢിത്തം. ഒരു തരത്തിൽ സയൻസ് ഇല്ലാത്ത, അവർക്ക് വിശ്വസിക്കാം, പക്ഷേ സയന്റിഫിക്കലി അവർക്ക് അത് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഭാരത ഋഷിവര്യന്മാര് സയന്റിഫിക്കലി കൺവിൻസ് ചെയ്യാൻ കാര്യങ്ങൾ മാത്രമേ നമ്മളെ പഠിപ്പിക്കുള്ളൂ. നത്തിങ് യു ഷുഡ് ബിലീവ്. ഒന്നും ബ്ലൈൻഡ്ലി വിശ്വസിക്കില്ല.